ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു വെറൈറ്റിയാണ്. ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ഐറ്റംസ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നല്ല ഫിഷ് വാങ്ങിച്ച്, നല്ല ഫ്രഷ് ഫിഷ് വാങ്ങിച്ച് അത് ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അത് ഗ്രില്ല് ചെയ്യുന്നത് ഞങ്ങള് ദുബൈയിലുള്ള ഒരു വംസർ എന്ന് പറയുന്ന ഒരു പാർക്കിൽ വെച്ചാണ് ഞങ്ങൾ ഇത് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ അതിന്റെ സ്റ്റാർട്ടിങ് കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ ചാനൽ നിങ്ങൾ കണ്ടിരിക്കണം. ഒത്തിരി വെറൈറ്റി, ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വെറൈറ്റി ഞങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഇതാകുമ്പോ ഓയിൽ ഫ്രീ ആണ്, നല്ല ഹെൽത്തി ആണ്. അതാണ് മെയിൻ. നമ്മള് ഓയിലിനകത്തൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോ നല്ല ബോഡിക്ക് അത് നല്ല ഹെൽത്തി ആണ്. നല്ല ഫിഷാണ് ഇത്. ശരിയാണ്. അതെ അതെ, ഇത് ശരിയാണ്. നമുക്ക് വാഷ് ചെയ്യാം. നമ്മുടെ ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള ഇതെല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഫിഷ് എല്ലാം നല്ലതായിട്ട് വാഷ് ചെയ്തു ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? ഇത് നല്ലതായിട്ട് നമ്മളിത് വരയും. ഇത് എന്തിനാ വരയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മസാല എല്ലാം ശരിക്കും ഇതിനകത്ത് പിടിക്കും. മനസ്സിലല്ലേ? അപ്പൊ മസാല എല്ലാം ശരിക്കും പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് കുറെ നേരം വെച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന് ശേഷമാണ് നമുക്ക് ഗ്രില്ല് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാനിപ്പോ കാണിക്കാം. ഞാൻ ഓക്കെ, എല്ലാ ഫിഷും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഇതുണ്ടോ, കണ്ടോ? ഇത് നമ്മുടെ എല്ലാത്തിനും ഇത് മസാല പിടിക്കും. ഓക്കെ, ഇത് നമ്മൾ ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കൂട്ടുകൾ എന്തൊക്കെയാണ്, ഇതിന് ചേരേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ഫിഷ് ഉണ്ടായതുകൊണ്ട് ഞാൻ 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞപ്പൊടി, പിന്നെ 2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു ടേസ്റ്റ്, ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മുടെ ഗരം മസാല. ആ ടേസ്റ്റ് വേണ്ടവർക്ക് ചേർത്താൽ മതി, അത് ഇച്ചിരി ചേർത്താൽ മതി. അപ്പൊ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നു. അപ്പം അതിനുശേഷം ഞാൻ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്യും. ഇതിനോടൊപ്പം ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാല്, ഇതാണ് നമ്മൾ പാരച്ചൂടിന്റെ വെളിച്ചെണ്ണ. അത് ഇച്ചിരി ഇങ്ങോട്ട് ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഓക്കെ, ഫിനിഷ്. എന്നിട്ട് നമ്മൾ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മള് ഒരു ലെമണും കൂടെ സ്ക്യൂസ് ചെയ്ത് ഇതിനകത്ത് വെച്ചു. ഇനിയും നമ്മുടെ മസാല വരട്ടാൻ പോവുകയാണ്. നോക്കുക, സിമ്പിൾ ആയതേ. ഇപ്പൊ ഇതിനകത്തെല്ലാം മസാല വരളും. നമ്മൾ ഇങ്ങനെ ഈ പൂന്തി വെച്ചേക്കുന്നില്ലേ, അതിനകത്തെല്ലാം മസാല അങ്ങോട്ട് കയറും. അതാണ് ടേസ്റ്റ്. ഓയിലല്ല. നമ്മളിത് ഗ്രില്ല് ചെയ്യുമല്ലേ, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് ഇപ്പം ഗ്രില്ലാണ്. ഇവിടുത്തെ അറബിക് പീപ്പിൾ ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കുറെ ഫ്രണ്ട് ഉണ്ടല്ലോ അറബികള്. ഇതും കുപ്പൂസും അമൂസും ഒക്കെയാണ് അവരുടെ ഹെൽത്തിന്റെ സീക്രട്ട്. പിന്നെ ഒത്തിരി നമ്മളിത് ഗ്രില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്ക്, നല്ല വെറൈറ്റി ആയിട്ട് അവിടെ ഗ്രില്ല് ചെയ്ത് തരും. അപ്പം നിങ്ങൾ ഗ്രില്ല് നോക്കൂ, മസാല ഇതിനകത്തോട്ട് കുറച്ചങ്ങോട്ട് പുരട്ടി കൊടുത്തു കഴിഞ്ഞാല് എന്താ മസാല, എന്താ ടേസ്റ്റ് എന്നറിയോ? നമ്മുടെ ചേച്ചിയൊക്കെ വരുന്നുണ്ട് പാർക്കില്. നമ്മളെല്ലാം കൂടാണ്, രണ്ടും കൂടി ഇച്ചിരി കപ്പയും കൂടെ ഒക്കെ പുഴുങ്ങി പിന്നെ കുപ്പൂസും എല്ലാം കൂടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ഫിഷ് എടുത്തിട്ട് കണ്ടോ, നമ്മൾ മസാല ഫുള്ള് പുരട്ടിയിരിക്കുകയാണ്. ഇത് നോക്കൂ. ഇപ്പൊ ഇത് ഒരു അലൂമിനിയം ഫോയിലിനകത്താണ് ഇപ്പൊ നമ്മൾ വെച്ചേക്കുന്നത്. പക്ഷെ വാഴയിലക്കകത്ത് വെച്ച് കഴിഞ്ഞാല് നമുക്കിന്ന് വാഴയില കിട്ടിയില്ല. വാഴയിലക്കകത്ത് വെച്ച് ഭയങ്കര വെറൈറ്റി ടേസ്റ്റ് അത്. നമ്മൾ ഈ വാഴയില പച്ച വാഴയിലല്ല, ഈ വാഴയില നമ്മൾ ഒന്ന് വാട്ടിയെടുക്കും. മനസ്സിലായില്ലേ? ഈ വാട്ടിയെടുത്തിട്ട് മേപ്പോട്ട് ഇത് വെക്കും. ഇത് വെച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു. ഇത് കണ്ടോ, നമ്മള് ഇപ്പം ഇത് നോക്കിയോ, മസാലയെല്ലാം നമ്മൾ തേച്ച് നല്ല റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഒരു 2 മണിക്കൂർ ഈ മസാലകളെല്ലാം ഒന്ന് പിടിക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് കണ്ടോ, ഈ കട്ട് ചെയ്ത് വെച്ചേക്കിനകത്തെല്ലാം മസാല ഇറങ്ങിയിരിക്കുക. ഈ മസാല എല്ലാം ഒന്ന് പിടിച്ചിട്ട് നമ്മള് പിന്നീടാണ് ഇത് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളെല്ലാം മസാല തേച്ച് വെച്ചു. അപ്പൊ അതിന് ശേഷം ഒരു 2 മണിക്കൂർ ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാം അല്ലേ? അത് തന്നെ. ഓക്കെ, അപ്പൊ നല്ല വെറൈറ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന് മസാല ഫുള്ള് നമുക്ക് കിട്ടും. ഇനി ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ മസാല ഒന്നും വേസ്റ്റ് ആകത്തില്ല.
നമുക്ക് ഫുള്ള് മസാല കിട്ടും. ഓക്കെ. ഓക്കെ, ഇപ്പൊ എല്ലാം മസാല കണ്ടില്ലേ, എല്ലാം മസാല പിടിപ്പിച്ച് ഇപ്പൊ ഇതിനകത്ത് എല്ലാം മസാല ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഫിഷ് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. ഇനി അടുത്ത ഗ്രില്ലിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ഇതുണ്ടോ, ഇത് മംസാർ പാർക്കിൽ എൻട്രൻസ് ആണ്. ഇതുണ്ടോ, നമ്മൾ പൈനാപ്പിളിൻ്റെ ഷേപ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് മുന്നിലാണ് ഇപ്പോഴേ. ഇതും വളരെ രസമാണ്. ഇവിടെ കൂൾ ഡ്രിങ്ക്സും അങ്ങനെ സ്നാക്സ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ്. അതുകൊണ്ട് ഈ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ് ഇവിടെ. ഇതിൻ്റെ എൻട്രൻസിലുള്ള ഈ ലൈറ്റാണിത്, ഫ്ലാഗിൻ്റെ കളറിൽ. നമ്മളിതുണ്ട് ഇവിടെ ഈ ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടി അടുപ്പൊക്കെ കത്തിച്ചു അല്ലേ. നമ്മള് കോളൊക്കെ കൊണ്ടുവന്നു, കോളൊക്കെ ഇട്ട് കത്തിക്കുവാണ്. നമ്മൾ ഗ്രില്ലിന് വേണ്ടി റെഡിയാക്കുവാണ്. നമ്മുടെ ഗ്രില്ലിന്റെ തീ കത്തിച്ചോണ്ടിരിക്കുകയാണ് സന്തോഷ് ഭായിയും സജീവ് ഭായിയും കൂടി. നമ്മുടെ കുടുംബിനികൾ ഇവിടെ ഇരിക്കുകയാണ്. സുലൈമാനി അടിച്ചോണ്ടിരിക്കുകയാണ് അവര്. ഒരു കപ്പ അടിക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന സോസേജ് ആണ്, ചിക്കൻ സോസേജ്. അത് സ്പെഷ്യൽ റെസിപ്പിയാ. ഉപ്പും മുളകും പിന്നെ കുരുമുളക് കൂടെ മാരിനേറ്റ് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞ് ഫിഷുണ്ട്, ചിക്കനുണ്ട്, കടച്ചക്ക എല്ലാം ചെയ്യാനുണ്ട്. ഓവർ ടു ദിസ്. ഇപ്പം നമ്മൾ പിന്നെ കോളൊക്കെ കത്താൻ തുടങ്ങി. ശരിക്കും ഇനി നമ്മൾ സോസേജ് ആദ്യം വെക്കാൻ പോവാണ്. സോസേജ് അല്ലേ? കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ കണ്ട സോസേജ് ഒക്കെ നല്ല ഇങ്ങനെ ഗ്രില്ലാവുകയാണ്. നമ്മൾ വീശിയൊക്കെ കൊടുക്കും. ഓക്കെ, ഇത് നല്ല ഇപ്പോൾ ഗ്രില്ലാവും. എന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫിഷൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിഷ് അത് റെഡിയായി. ഒരു 2 മണിക്കൂർ നമുക്ക് ടൈം വേണമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ മസാലയെല്ലാം പിടിച്ച് ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ സോസേജ് നല്ല ഇപ്പം റെഡിയായി. Wow, I love it. Wow. Wow. What amazing. Wow. That's sausages. I like. ഫിഷിനെ കണ്ട ഗ്രില്ല് പോലും ചെയ്യാൻ തോന്നത്തില്ലല്ലേ. Look at this. ശരി ഫിഷ് ആണല്ലേ. ശരി ഉണ്ട്. പിന്നെ വേറെ ഒരു പൂമീൻ, നല്ല മീൻ, നല്ല ടേസ്റ്റ്. ഇത് ഗ്രില്ല് ചെയ്യാൻ വെരി വെറൈറ്റി Look at this fish. It's very nice. ഓക്കെ, നമുക്ക് ഇനിയും നമ്മുടെ ഗ്രില്ലിലേക്ക് എടുത്ത് വെക്കാം. Opening his mouth. Wow, very nice. It's an amazing thing in the world. ഓക്കെ, നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പേ സോസേജ് ടേസ്റ്റ് ചെയ്യുകയാണ്. ഒരു സൈഡിൽ കൂടി Ayo, very bad. ഓക്കെ, സ്പാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനിയും ഇതിങ്ങനെ ക്ലോസ് ചെയ്യുന്നു. No. ഇവനെ നമുക്ക് അങ്ങോട്ട് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഇവ എടുത്തങ്ങോട്ട് വെച്ചിട്ട് ഗ്രില്ല്
അപ്പോൾ നമ്മുടെ ഫിഷിനകത്തോട്ട് ഇനി നമ്മളൊരു ഹാഫ് ലെമൺ അങ്ങോട്ട് സ്ക്യൂസ് ചെയ്ത്, അപ്പോൾ നല്ല ടേസ്റ്റ് ആണ്. ഓ നൈസ്. ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല സ്മെല്ലൊക്കെയാണ്, ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നല്ലേ. നോക്ക്, വെരി നൈസ്. ടേസ്റ്റ് നോക്കി. നമ്മൾ ഒരു സൈഡ് കുക്കിംഗ് ഒരു സൈഡ് ടേസ്റ്റിംഗും ആണ്. സന്തോഷം നോക്കിക്കേ, ഉണ്ടോ പൂ പോലെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ, യെസ്, പൊളിച്ചു. ഇപ്പൊ അടുത്ത മീൻ അടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനിപ്പം നല്ല ഗ്രില്ലാവും. നല്ല ഗ്രില്ലാവും. ഇപ്പോൾ വൺ സൈഡ് വെച്ചിരിക്കും. ഇപ്പം തിരിച്ചു വെക്കും കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, ഈ മീൻ ഏതാ? വേറൊരു മീനല്ലേ? ഇത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു. അടുത്ത സെറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കയറ്റാൻ പോവാം. ഓക്കെ, അപ്പൊ നമ്മള് കപ്പ് പുഴുങ്ങി കൊണ്ടുവന്നു. അതിന്റെ കൂടെ നല്ല അടിപൊളി ഒരു ചട്നി ഉണ്ട്. ചട്നി പറയാൻ മുളകൊക്കെ ഇടിച്ച് പഴയ അമ്മച്ചിമാരൊക്കെ ചെയ്ത പരിപാടി ഇത്. എന്താ ടേസ്റ്റ് പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിക്കുവാണ്. സൂപ്പർ. ഫിഷ് ഇങ്ങനെയായി ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്നു. വൺ സൈഡ് നമ്മളിപ്പോൾ അടുത്ത് ചെയ്യാണ്. ഒരെണ്ണം അടുത്ത് ഫിനിഷായി. ഓക്കെ, നല്ല വായി പോലായി. ഇതുണ്ടോ, ഇങ്ങനെ നല്ലതായിട്ട് ഗ്രില്ലായി. അടുത്ത് നമ്മള് ലാസ്റ്റ് ആണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്. അണിയറയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് ഗ്രില്ലായി രണ്ട് സൈഡും. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞേ. സൂപ്പർ. സന്തോഷം ഒന്ന് കഴിച്ചേ. സന്തോഷം എടുത്തേ. ഒരു നാരങ്ങ കൂടെ അങ്ങോട്ട് പിഴിഞ്ഞ് വെള്ളം കഴിയും. അങ്ങനെയുണ്ട്, അടിപൊളി. ഓക്കെ, ഇവാമോനെ എടുത്തിട്ട് പറഞ്ഞു, ഫിഷ് എടുത്തിട്ട് പറഞ്ഞു. ടേസ്റ്റ് നോക്കിക്കേ. ഫിഷ് എടുക്കണം അവിടുന്ന്, എടുക്ക അവിടുന്ന്. ഓക്കെ, ജിൻസിയുടെ ടേൺ. ഫിഷ് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട്. ബ്ലസ്സി അടുത്ത ടേൺ. ഇത് ഓയിലില്ല, ഒന്നുമില്ല. ഇത് നമ്മൾ ഗ്രില്ലിങ് മാത്രം. ഗ്രില്ലാണിത്. സൂപ്പർ ആണ്, സൂപ്പർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വെരി നൈസ്. എല്ലാവരും അഭിപ്രായം നൈസ്. Thank you Saji uncle for making this. ഓക്കെ, താങ്ക് യു മോൻ. നമ്മളിവിടെ ദുബായ് മംസാർ പാർക്കിലാണ്. അധികം മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. ഇനി ഞങ്ങൾ പുതിയ ഐറ്റംസുമായിട്ട്, ഗ്രിൽ ഐറ്റംസുമായിട്ട് നിങ്ങൾ എടുത്തു വരും. നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനൽ കാണുക. ഓക്കെ, Like and subscribe. ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് പറ്റും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഗ്രിൽ ചെയ്ത ഫിഷും കപ്പയും ചട്നിയും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. ഞങ്ങളെല്ലാം നല്ലതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും കഴിച്ചു, നന്നായിട്ട് കഴിച്ചു. ഫുള്ളായി. അപ്പോ ഞങ്ങളിനി അടുത്ത നല്ലൊരു വെറൈറ്റി ഡിഷ് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. And please like, subscribe and comment, and in the right side you will get a bell button. Please click it. And this was actually Jaron's part 2 birthday party. So please like the video up for happy birthday to him. Yesterday was his birthday and today we celebrated like this also. Yeah, and please watch both of those videos because his birthday party was actually fun. Yeah. ഓക്കെ, Okay, friends. Have a nice day. Thank you. Bye. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ നമ്മൾ വരാം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
പിന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അടുത്തുള്ള ഓളിനോട് പ്രസ് ചെയ്യാമെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യണേ. പിന്നെ ഇനിയും വരുന്നിടം വരെ എല്ലാവർക്കും ബായ്. താങ്ക് യു.